ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ നിന്ന് വരെ മിസൈലുകൾ ആക്രമിക്കാൻ ഇന്നത്തെ ലോകത്ത് കഴിയും. അതിനാൽ തന്നെ ഈ ലോകത്ത് ഇന്ത്യയുടെ സുരക്ഷ യഥാർത്ഥത്തിൽ വിലമതിക്കാനാവാത്ത ഒന്നുകൂടിയാണ്. കോടിക്കണക്കിന് ജനസംഖ്യയും അതുപോലെ സംരക്ഷിക്കേണ്ട നിർണായകമായ നിരവധി ആസ്തികളും ഇന്ത്യ എന്ന രാജ്യത്ത് നിലനിൽക്കുന്നുമുണ്ട്. അതിനാൽ തന്നെ നിശബ്ദമായ ഒരു ശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. ചുരുക്കം പറഞ്ഞാൽ ആകാശത്തൊരു സ്വർഗീയ കോട്ട. ഇസ്രയേലിൻ്റെ അയൺ ഡോമുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയുടെ കവചം വളരെയധികം സങ്കീർണമാണ്. പാകിസ്ഥാന്റെ തന്ത്രപരമായ മിസൈലുകൾ മുതൽ ചൈനയുടെ ന്യൂനത ബാലിസ്റ്റിക് ആയുധ ശേഖരങ്ങൾ വരെയുള്ള വിവിധ ഭീഷണികളെ നേരിടാൻ യഥാർത്ഥത്തിൽ രൂപകൽപ്പന ചെയ്തവ കൂടിയാണിവ. പക്ഷേ സാങ്കേതികവിദ്യ വികസിച്ചു, അതുപോലെ ആഗോള സംഘർഷങ്ങൾ വളരെയധികം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധത്തിന് നാളത്തെ ഭീഷണികളെ മറികടക്കാൻ കഴിയുമോ എന്ന ചോദ്യം ബാക്കിയായി അവശേഷിക്കുകയാണ്. ഇന്ത്യയുടെ മിസൈൽ പ്രതിരോധം ഒരു ബഹുതല വല പോലെയാണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നതെന്നും പറയുവാൻ കഴിയും. പറക്കലിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഭീഷണികളെ പിടികൂടും. മാത്രമല്ല, പ്രതിരോധ ഗവേഷണ വികസന സംഘടന നേതൃത്വം നൽകുന്ന ഈ സംവിധാനം ഗാർഗിൽ യുദ്ധത്തിന് ശേഷം ഏകദേശം 2000-ൽ രൂപം കൊള്ളാൻ തുടങ്ങിയിരുന്നു. കൂടാതെ പാകിസ്ഥാൻ, ചൈന തുടങ്ങിയ അയൽ രാജ്യങ്ങൾ ആണവ വാഹക ശേഷിയുള്ള മിസൈലുകൾ നിർമ്മിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇന്ത്യക്ക് ശക്തമായ പ്രതിരോധം ആവശ്യമായിരുന്നു എന്നതിൻ്റെ സൂചനയും വളരെയധികം വ്യക്തമായിരുന്നു. കൂടാതെ ഇന്ത്യ അതിനായി ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ പരിപാടി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് 2 ഘട്ടങ്ങളായിട്ടാണ് കൂടുതലും വിഭജിക്കപ്പെട്ടത്. 2000 കിലോമീറ്റർ വരെ ഭൂപരിധിയുള്ള മിസൈലുകളെ ഘട്ടം 1 ആയിരിക്കും നേരിടുക. ഇത് ഉടനടി പ്രാദേശിക അപകടങ്ങളെ കൂടുതൽ നേരിടുന്നുണ്ട്. 5000 കിലോമീറ്റർ വരെയുള്ള ദീർഘദൂര മിസൈലുകളെ, ഇത് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകളെ പോലും നേരിടാൻ 2ാം ഘട്ടം വളരെയധികം പുരോഗമിക്കുന്നുമുണ്ട്. ഭീഷണികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഇത്തരത്തിൽ ഈ ലോകത്തിന് മുന്നിൽ നിൽക്കാനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തെ ഈ ദീർഘവീക്ഷണമുള്ള സമീപനമാണ് കാണിക്കുന്നത്. ഈ കോട്ടയുടെ ഹൃദയഭാഗത്ത് പ്രതിരോധത്തിന്റെ ആദ്യ നിരയായ പൃഥ്വി എയർ ഡിഫൻസ് നിലനിൽക്കുന്നുണ്ട്. ഭൂമിയിൽ നിന്ന് ഏകദേശം 50-80 കിലോമീറ്റർ ഉയരത്തിൽ എക്സോ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന PAD മിഡ് ഫ്ലൈറ്റിനിടെ മിസൈലുകളെ യഥാർത്ഥത്തിൽ തടസ്സപ്പെടുത്തുകയാണ്. മീഡിയം ഇന്റർമീഡിയറ്റ് റേഞ്ച് മിസൈലുകളെ ഇപ്പോൾ 3000 കിലോമീറ്റർ വരെ, ഒരുപക്ഷെ പിന്നീട് അത് 5000 കിലോമീറ്റർ വരെ ആകാം. ഇവ തടയുന്നതിനാണ് ഇത് കൂടുതലും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഹിറ്റ് ടു കിൽ രീതി ഉപയോഗിച്ചുകൊണ്ട് PAD വരുന്ന മിസൈലുകളിലേക്ക് ഇടിച്ചു കയറി പരമ്പരാഗത വാർ ഹെഡുകളോ ന്യൂക്ലിയർ വാർ ഹെഡുകളോ വഹിച്ചാലും അവയെ പൂർണ്ണമായിട്ടുള്ള ശക്തിയോടെ ആയിരിക്കും കൂടുതലും നശിപ്പിക്കുന്നത്. സ്മാർട്ട് റാഡറുകളുടെ മാർഗനിർദ്ദേശം അനുസരിച്ചുകൊണ്ട് മൊബൈൽ ലോഞ്ചറുകളിൽ ഘടിപ്പിക്കുന്ന മാക് 4.5 നീങ്ങുന്ന AAD വേഗതയേറിയതും വഴക്കമുള്ളതുമായിട്ടാണ് നിലനിൽക്കുന്നതും. അതിൻ്റെ ചലനശേഷി ശത്രുക്കൾക്ക് കൃത്യമായി കണ്ടെത്തുന്നത് യഥാർത്ഥത്തിൽ വലിയ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിക്കുന്നത്. ബാലിസ്റ്റിക് മിസൈലുകൾക്കപ്പുറം ഇന്ത്യ ഫൈറ്റർ ജെറ്റുകൾ, ഡ്രോണുകൾ, ക്രൂയിസ് മിസൈലുകൾ തുടങ്ങിയ അപകടങ്ങളെയും കാര്യമായ രീതിയിൽ തന്നെ നേരിടുകയും ചെയ്യുന്നുണ്ട്. ഈ ആക്രമണങ്ങളെ തകർക്കാൻ കഴിയുന്ന ആകാശം എന്നർത്ഥം വരുന്ന ആകാശ് മിസൈൽ സംവിധാനവും നിലനിൽക്കുന്നുണ്ട്. ആകാശ് ഒരു പ്രാദേശിക കാവൽക്കാരനെ പോലെയാണ് കൂടുതലും പ്രവർത്തിക്കുന്നത്. പ്രധാന പ്രദേശങ്ങളെ വ്യോമാക്രമണങ്ങളിൽ നിന്ന് കൂടുതലും സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. 25-45 കിലോമീറ്റർ ഭൂപരിധിയുള്ള ഇതിന് 20 കിലോമീറ്റർ ഉയരമുള്ള ലക്ഷ്യങ്ങളെ വരെ ആക്രമിക്കാൻ കൂടുതൽ കഴിയുന്നതുമാണ്. മാക് 2.5 വേഗതയും ചലനാത്മകവും 64 ലക്ഷ്യങ്ങളെ ഒരേ സമയം ട്രാക്ക് ചെയ്യുന്ന രാജ്യാന്തര റാഡർ കൊണ്ട് സജ്ജീകരിച്ചതുമായ ആകാശ് വൈവിധ്യമാർന്നതുമായിട്ടാണ് നിലനിൽക്കുന്നത്. ജെറ്റുകൾ, ഹെലികോപ്റ്ററുകൾ, ക്രൂയിസ് മിസൈലുകൾ എന്നിവയെ പോലും ഇത് ശക്തമായി തന്നെ വളരെയധികം നേരിടുന്നുമുണ്ട്. ചില റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നത് ഇതിനൊരു ആണവ വാർഹെഡ് വഹിക്കാൻ കഴിയുമെന്നാണ്. ഇന്ത്യയുടെ സ്വർഗീയ കോട്ട ടീം വർക്കിനെ ആശ്രയിച്ചുകൊണ്ടാണ് നിലനിൽക്കുന്നത്. PAD, AAD എന്നിവ BMD കോർ രൂപപ്പെടുത്തുന്നുമുണ്ട്. അതേസമയം തന്നെ ആകാശും S-400 വിശാലമായ ഭീഷണികളെയാണ് യഥാർത്ഥത്തിൽ നേരിടുന്നത്. മുൻകൂർ മുന്നറിയിപ്പ് റാഡറുകൾ, സുരക്ഷിത ആശയവിനിമയ ശൃംഖലകൾ, കമാൻഡ് സെന്ററുകൾ എന്നിവയെല്ലാം ഒരുമിച്ചാണ് കൂടുതലും ബന്ധിപ്പിക്കുന്നത്. ഇത് നിമിഷങ്ങൾക്കുള്ളിൽ തീരുമാനങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സംയോജിത സമീപനം ഇന്ത്യയുടെ പ്രതിരോധത്തെ തകർക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. അതേസമയം തന്നെ 2025 മെയ് 3-ന് സുരക്ഷാ ഭാവിയെ പുനർനിർവചിക്കാൻ പോകുന്നൊരു മുന്നേറ്റം ഇന്ത്യ നടത്തുകയുണ്ടായി. മധ്യപ്രദേശിലെ ഷിയോപൂരിലെ വിശാലമായ പരീക്ഷണ പറമ്പിൽ രാജ്യത്തിന്റെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഒരു സ്വപ്നം പുറത്തുവിടുകയും ചെയ്തു. സ്ട്രാറ്റോസ്ഫിയറിക് എയർഷിപ്പ് പ്ലാറ്റ്ഫോമിന്റെ ആദ്യ പരീക്ഷണ പറക്കലായിരുന്നു ഇത്. ആഗ്ര ആസ്ഥാനമായുള്ള ഏരിയൽ ഡെലിവറി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് മാസങ്ങളുടെ പ്രയത്നത്തിലൂടെ യാഥാർത്ഥ്യമാക്കിയൊരു ആകാശ ഭീമൻ ഉയരങ്ങളിലേക്ക് പറക്കുകയും ചെയ്തു. സ്ട്രാറ്റോസ്ഫെറിക് എയർഷിപ്പ് എന്നത് വായുവിനേക്കാൾ ഭാരം കുറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ്.
ഒരു വലിയ ആളില്ല വിമാനം അല്ലെങ്കിൽ ബലൂൺ പോലെയാണ് ഇത് നിലനിൽക്കുന്നത്. സ്ട്രാറ്റോസ്ഫിയറിൽ വളരെ ഉയർന്ന ഉയരത്തിൽ പൊങ്ങിക്കിടക്കാൻ ഇതിന് കഴിയുകയും ചെയ്യും. ഇത് ഭൂമിയിൽ നിന്ന് ഏകദേശം 10 മുതൽ 12 കിലോമീറ്റർ ഉയരത്തിൽ ആരംഭിച്ച് ഏകദേശം 50 കിലോമീറ്റർ വരെയാണ് കൂടുതലും നീളുന്നത്. മിക്ക വാണിജ്യ വിമാനങ്ങളും ഏകദേശം 10 മുതൽ 12 കിലോമീറ്റർ ഉയരത്തിലേക്കാണ് കൂടുതലും പറക്കുന്നത്. അതേസമയം തന്നെ ഈ എയർഷിപ്പ് 17 കിലോമീറ്ററിലാണ് കൂടുതലും പരീക്ഷിച്ചിരുന്നത്. വിശാലമായ ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങളിൽ സ്ട്രാറ്റോസ്ഫിയർ വ്യക്തമായൊരു കാഴ്ചപ്പാട് നൽകുകയും ചെയ്യുന്നുണ്ട്. ആവശ്യാനുസരണം ഡ്രോണുകൾക്കോ ഉപഗ്രഹങ്ങൾക്കോ മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ വളരെ മികച്ചത് കൂടിയാണ് ഇവയെന്ന് പറയാം. 62 മിനിറ്റ് നീണ്ടുനിന്ന കന്നിപ്പറക്കലിൽ ഡാറ്റ ശേഖരണത്തിനുള്ള ഉപകരണങ്ങളും സെൻസറുകളും എയർഷിപ്പുകളുമായിരുന്നു ഉൾപ്പെട്ടിരുന്നത്. പ്രഷർ കൺട്രോൾ, എമർജൻസി ഡിഫ്ലേഷൻ മെക്കാനിസങ്ങൾ തുടങ്ങിയ ഓൺബോർഡ് സിസ്റ്റങ്ങളും പരീക്ഷിക്കുകയുണ്ടായി. ഈ പരീക്ഷണത്തിൽ നിന്നുള്ള ഡേറ്റ ഇപ്പോൾ DRDA മികച്ച ഒരു ഡിമുലേഷൻ നിർമ്മിക്കാനും അതുപോലെ ഉയരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളുടെ കൂടുതൽ ന്യൂനത പതിപ്പുകൾ വികസിപ്പിക്കാനുമാണ് കൂടുതലും സഹായിക്കുക. ഈ പ്ലാറ്റ്ഫോം വെറും ഒരു സാങ്കേതിക പരീക്ഷണം മാത്രമല്ല, ഇതൊരു ഗെയിം ചേഞ്ചർ കൂടിയാണ്. ഇന്ത്യയുടെ ഭൂമി നിരീക്ഷണത്തിൻ്റെയും ISRന്റെ കഴിവുകളുടെയും അതുല്യമായ ഒരു മെച്ചപ്പെടുത്തൽ എന്നാണ് പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് ഇതിനെ കൂടുതലും വിശേഷിപ്പിച്ചതും. സ്ഥിരമായ നിരീക്ഷണം, ഭൂമിയെ ചുറ്റുകയും ഇടയ്ക്കിടെ പ്രദേശങ്ങളുടെ കടന്നു പോവുകയും ചെയ്യുന്ന ഉപഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സ്ട്രാറ്റോസ്ഫെറിക് എയർഷിപ്പ് ആഴ്ചകളോ മാസങ്ങളോ പോലും ഒരു സ്ഥലത്ത് തങ്ങി നിൽക്കുവാനും കഴിയുന്നതായിരിക്കും. അതിർത്തി പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ സംഘർഷ മേഖലകൾ പോലുള്ള സെൻസിറ്റീവ് പ്രദേശങ്ങളുടെ തുടർച്ചയായ നിരീക്ഷണം ഇത് അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ഉപഗ്രഹങ്ങൾക്ക് പകരം ചെലവ് കുറഞ്ഞ ബദൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതും പരിപാലിക്കുന്നതും വളരെയധികം ചെലവേറിയതുമാണ്. നിരീക്ഷണം, ആശയവിനിമയത്തിലേറെ പരിസ്ഥിതി നിരീക്ഷണം എന്നിവയ്ക്കായി എയർഷിപ്പുകൾ വില കുറഞ്ഞതും കൂടുതൽ വഴക്കമുള്ളതുമായ ഓപ്ഷൻ കൂടുതലും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. തദ്ദേശീയ സാങ്കേതികവിദ്യ എന്നത് ഈ വിയോജനത്തോടെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഉയരത്തിലുള്ള പ്ലാറ്റ്ഫോം സാങ്കേതികവിദ്യ കൈവശമുള്ള തെരഞ്ഞെടുത്ത രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ചേരുന്നവയാണ്. തദ്ദേശീയ പ്രതിരോധ നവീകരണത്തിൽ DRDOയുടെ വളർന്നുവരുന്ന ശക്തിയെ അത് യഥാർത്ഥത്തിൽ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പ്ലാറ്റ്ഫോമുകൾ ആവശ്യാനുസരണം നിയന്ത്രിക്കുവാനോ അതുപോലെ സ്ഥലം മാറ്റാനോ കഴിയുന്നതിനാൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അത് കടന്നുകയറ്റമോ പ്രകൃതി ദുരന്തമോ അതുപോലെ ഭീകരാക്രമണമോ ആകട്ടെ ഉപഗ്രഹങ്ങളെക്കാൾ വേഗത്തിൽ പ്രതിരോധിക്കാനും ഇവയ്ക്ക് കഴിയുന്നതായിരിക്കും. DRDO ചെയർമാൻ ഡോക്ടർ സമീർ വി കാമത്തിന്റെ അഭിപ്രായത്തിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു വിജയകരമായ പരീക്ഷണത്തിന്റെ തുടക്കം മാത്രമാണ്. ആഴ്ചകളോളം ഉയരത്തിൽ നിലനിൽക്കാൻ കഴിയുന്നതും അതുപോലെ മികച്ച സെൻസറുകളുള്ള വലിയ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ പ്ലാറ്റ്ഫോമുകൾ വികസിപ്പിക്കുന്നതിനുള്ള ഒരു ചുവടുപടി കൂടിയാണിത്. ഭാവി പതിപ്പുകളെല്ലാം സോളാർ പവർ ഉപയോഗിച്ചോ സ്വയംഭരണ തീരുമാനമെടുക്കലിനായോ AI സംയോജിതമായോ ആയിരിക്കാം. ഈ വ്യോമക്കപ്പൽ പരീക്ഷണത്തിലൂടെ ഇന്ത്യയുടെ സ്ട്രാറ്റോസ്ഫിയറിലേക്കുള്ള കടന്നുകയറ്റം ഒരു തന്ത്രപരവും അതുപോലെ ശാസ്ത്രീയമായ നാഴികക്കല്ലായി കണക്കാക്കുന്നുണ്ട്.